കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ PV അൻവറും MLA മാധ്യമങ്ങളെ കാണുകയാണ്. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഈ വിഷയത്തിന്റെ ഗൗരവം അവർക്ക് അറിവുള്ളതാണ്. എന്നാലും ആ നാട്ടിൽ ജീവിക്കുന്ന, മലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിന്റെ വിശദീകരണം അദ്ദേഹത്തോട് നടത്തുകയും പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ, ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും UDFന്റെയും പൂർണ്ണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും. നിയമസഭയിൽ ഈ ബില്ലിനെ എതിർക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും. അതിന്റെ മുമ്പായിട്ട് പാർട്ടിപരമായിട്ട് വല്ല സമരങ്ങൾ അവരാലോചിക്കുന്നുണ്ട്. ഇത്രയേ ഇപ്പൊ ഒന്നുണ്ടായിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല ആര് ഇതിൽ സമരം നടത്തിയാലും ഞാൻ അതിൽ പോയി നിൽക്കുന്നത്. പിന്നെ സംയുക്തത്തിന്റെ പ്രശ്നം എന്താ? ഈ വിഷയത്തിൽ ആര് സമരം നടത്തിയാലും ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികൾ കൂട്ടിയാൽ നിൽക്കും. പക്ഷേ അതിൽ എന്താ പറയുക, വസ്തുത ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അല്ല, ആളെ പറ്റിക്കാനും സമരം ഈ നാട്ടിൽ നടക്കലുണ്ട്. അതിന് അന്വറിനെ കിട്ടൂല. അവർ നിലപാട് വ്യക്തമാക്കിയിട്ട് ഒരു സമരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിന്റെ ഒപ്പം ഞാൻ പോകും. അതിന് തർക്കമൊന്നുമില്ല. പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിസത്തിന്റെ ബാക്കി പത്രമാണല്ലോ ഈ പറയുന്നതൊക്കെ. ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ? ഇത് കേന്ദ്ര ഗവൺമെന്റാണ് വനത്തിന്റെ വലിയ എന്താ പറയുക ഓണർഷിപ്പ് ഉള്ളത്. സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെൻമെന്റ് വരുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്ന ആരവിടെ? PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ MLA അവർ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ സ്വാഭാവികമായി കൃഷിക്കാരുടെ, മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ, ഒരു വളരെ സാധാരണക്കാരായ ആളുകളുടെ ഗൗരവമുള്ള പ്രശ്നം. ആ പ്രശ്നത്തോട് പാർട്ടിക്ക് വളരെ അനുഭവമാണ്. ആ പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാം, വർഷങ്ങളായി പരാതി ഒരു പരിഹാരവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കമ്മിറ്റഡാണ്. ആ കാര്യമാണ് വളരെ ഫോക്കസ് കൊടുത്ത് ഇന്ന് ഉണ്ടായ ചർച്ച. അത് UDFനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ള പരാതി ഉള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ആ വിഷയമാണ് ഇന്നത്തെ എല്ലാവിധ ഫോക്കസും. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ആ വിഷയത്തിൽ തീർച്ചയായും നിഷ്പക്ഷരായ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ആന കഴിഞ്ഞ ദിവസം ഒരു ആളെ കൊന്നു. അത് കഴിഞ്ഞ് ഇന്നുമുണ്ട്, ഇന്നലെയുണ്ട്, എന്നുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇങ്ങനായ മനുഷ്യനെങ്ങനെ ജീവിക്കും? അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ്. നിയമസഭയിൽ അത് സംബന്ധിച്ച് വരുന്ന ബില്ല് അതും വളരെ. PV അൻവർ MLA യുമുണ്ട്. നേരത്തെ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. പാണക്കാട്ടെത്തിയത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല എന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. മുന്നണി പ്രവേശം UDF തീരുമാനിക്കട്ടെ എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. വിപിൻ C വിജയൻ വിശദാംശങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇന്ന് PV അൻവറിന് തിരക്കിട്ട ചർച്ചകളുടെ ദിവസമാണല്ലോ. ഇന്നലെ ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇന്ന് പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളെ കാണുന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച. ഇനിയിപ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ കാണുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് കേവലം മുന്നണി പ്രവേശനമല്ല, അതിനപ്പുറത്തേക്ക് വനനിയമ ഭേദഗതിയിലെ ഒപ്പം നിന്ന് പൊരുതാനുള്ള ഊർജം സമ്പാദിക്കാനുള്ള കൂടിക്കാഴ്ചകൾ എന്നാണല്ലോ PV അൻവർ വിശദീകരിക്കുന്നത്.
അതെ വിജയകുമാർ, ഇന്നിപ്പോൾ ഒരു 12 മണിയോട് കൂടിയാണ് അദ്ദേഹം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇതാ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കും എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇതിലെടുക്കുന്ന ഒരു നിലപാട് വളരെ വ്യക്തമാണ്. അതായത് ഇപ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്ന ആ ഒരു വിഷയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, മറ്റ് കാര്യങ്ങൾ UDF തീരുമാനിക്കും. ഇതാണ് ഈ സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കമുള്ളത്. പക്ഷേ പി വി അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വന നിയമ ഭേദഗതി ബില്ലിലെ പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ആ വിഷയങ്ങൾ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ആ പ്രശ്നത്തിന് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യവും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞത്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതും പറഞ്ഞു. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും സമാനമായ രീതിയിൽ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് ആ വിഷയവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും, ഇത് നിയമസഭയിലടക്കം വരാൻ പോകുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. ആ വിഷയത്തിൻ്റെ ഒപ്പം മുസ്ലിം ലീഗ് ഉണ്ട് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചർച്ച കൂടി അതിൽ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരു സാധാരണ പ്രവർത്തകരായി പോലും താൻ നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള UDFിലേക്ക് വരാൻ തയ്യാറാണ് എന്നുള്ളത് പരസ്യമായി തന്നെ ഇന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഊഴം എന്ന് പറയുന്നത് UDFിൻ്റെതാണ്. UDFിൻ്റെ ഉള്ളിൽ നിന്ന് അത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. അപ്പോഴും ഈ യുവ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് മാത്യു കുഴൽനാടനും VT ബലറാം ഉൾപ്പെടെയുള്ളവർ ഇതിനു മുൻപ് അദ്ദേഹം അഴിമതി ആരോപണമൊക്കെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങളിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തണം എന്നുള്ളൊരു ആവശ്യം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പി വി അൻവർ ആകട്ടെ ഈ മലയോര വിഷയത്തിൽ ഒരു ഐക്യദാർഢ്യം അത് ആര് നടത്തിയാലും, ഏത് മുന്നണിയോ ഏത് രാഷ്ട്രീയ കക്ഷി നടത്തിയാലും അതിൻ്റെ ഒപ്പം താൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ആ വിഷയം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചുവടുവെപ്പാണ് പി വി അൻവർ. ഏതായാലും ഈ പറയുന്ന വനം നിയമ ഭേദഗതി വിഷയം ഉയർത്തി പി വി അൻവർ നടത്തുന്ന നീക്കങ്ങൾ അത് UDF തള്ളിക്കളയുന്നില്ല, അതിന് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ UDFിൻ്റെ ഭാഗമായി പി വി അൻവർ മാറുമോ എന്നതിൽ മുന്നണി നേതൃത്വം തീരുമാനമെടുക്കും എന്നതാണ് എല്ലാ നേതാക്കളും പറയുന്നത്. ആ സാധ്യതയും വളരെ സജീവമായി നേതാക്കൾക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.